ഓണമാണ്. ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. എന്റെ സുഹൃത്തല്ല കേട്ടോ, യദുവിന്റെ സുഹൃത്ത്, KSRTC ഡ്രൈവർ യദുവിന്റെ സുഹൃത്ത്. അറിയാമല്ലോ, കഴിഞ്ഞ 5 മാസമായി, ഇന്ന് 15ആയി, 27 ആകുമ്പോൾ 5 മാസം പൂർത്തിയാക്കാണ്. 5 മാസമായി യദുവിന് പണിയില്ല. യദുവിന്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഒരു ഓണമില്ല, വരുമാനമില്ല, പട്ടിണിയാണ്, ഞങ്ങൾക്ക് ഒരു പട്ടിണി ഓണമാണ്. നോക്കൂ, അവരെ ആ അവസ്ഥയിൽ എത്തിച്ചാരാണ്? പ്രധാനമായും KB ഗണേഷ്കുമാർ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ മതി, കുറ്റക്കാരനാണ് എന്ന് തെളിയട്ടെ, അപ്പൊ നമുക്ക് പുറത്താക്കാം എന്ന തീരുമാനം അന്നെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഈ കണ്ട ഗുണ്ടായിസം മുഴുവൻ കാണിക്കുന്ന, ഈ തോന്നിയാസം മുഴുവൻ കാണിക്കുന്ന ഈ കുറ്റവാളികൾക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനം യദുവാണ് കുറ്റക്കാരൻ എന്നാണ്. ആദ്യം പറഞ്ഞത് എന്താണ്? യദു തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാ പിന്നെ ജോലിക്ക് എടുത്തൂടെ? പിന്നെ മെമ്മറി കാർഡ് കിട്ടട്ടെ. മെമ്മറി കാർഡ് ആരോ കൊണ്ടുപോയി എന്നറിഞ്ഞു, അത് അവര് തന്നെയാണ് മുഖ്യതെന്നും എല്ലാവർക്കും അറിയാം. പിന്നെ മെമ്മറി കാർഡ് കിട്ടില്ല എന്നറിയുമ്പോൾ പിന്നെ കിട്ടാത്ത മെമ്മറി കാർഡ്, ആ മുങ്ങിയ മെമ്മറി കാർഡ് സ്വയം പൊന്തി വരട്ടെ, അപ്പൊ നോക്കാം. പേരിന് വേണ്ടി KSRTCന്റെ വക ഒരു കേസും